ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ എങ്ങനെ ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നു, ഹൗ ഇൻ്റർനെറ്റ് വർക്ക്സ് എന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ഫോണിൽ നിന്നും നമ്മളിപ്പോൾ ഈ ഫോൺ ഇപ്പം തന്നെ എടുക്കാം, നമ്മൾ യൂട്യൂബ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് യൂട്യൂബ് സെർവറിൽ നിന്ന്, ഇപ്പോൾ എവിടെയാണോ യൂട്യൂബ് സെർവർ, ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ യൂട്യൂബ് സെർവർ ഇരിക്കുന്നത് US-ലായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഈ വീഡിയോ കാണാൻ സാധിക്കുന്നത് നമ്മളുടെ ഇന്ത്യയിൽ നിന്നും അമേരിക്ക വരെയും ഈ പറഞ്ഞ നമ്മുടെ സിഗ്നൽസ് സെൻഡ് ചെയ്ത് തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് ആ യൂട്യൂബിൻ്റെ വീഡിയോ കാണാൻ സാധിക്കുന്നത്. യൂട്യൂബ് സെർവറിൽ സൂക്ഷിച്ചിരിക്കുന്ന, അതായത് എവിടെയാണോ സെർവർ അവിടെയുള്ള ഹാർഡ് ഡിസ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ ഡേറ്റ നമുക്ക് കാണുമ്പോഴാണ്, ആ തിരിച്ച് പാക്കറ്റ്സ് വരുമ്പോഴാണ്, അതായത് നമ്മൾ അയക്കുന്ന സിഗ്നൽ തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് ആ വീഡിയോ കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് നമുക്ക് വീഡിയോസും മറ്റും കാണാൻ സാധിക്കുന്നത് ഇൻ്റർനെറ്റിൽ. അപ്പോൾ ഈ മൊബൈലിലായാലും ബ്രോഡ്ബാൻഡിലായാലും വ്യത്യാസം ഇത്രേ ഉള്ളൂ. മൊബൈലിലാവുമ്പോൾ അതൊരു വൈഫൈ ടവർ, വൈഫൈ അല്ല, സിഗ്നൽ ടവർ വഴിയാണ് ഇതിൻ്റെ സിഗ്നൽ സഞ്ചരിക്കുന്നത്. എന്നിട്ട് നേരെ അതിൻ്റെ സർവീസ് പ്രൊവൈഡറിൻ്റെ അടുത്ത്, ഇൻസ്റ്റലേഷൻ സർവീസ് പ്രൊവൈഡർ ISPയുടെ അടുത്തോട്ട് വരും. അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡിലാണെങ്കിൽ അത് വയേർഡായിട്ടും സഞ്ചരിക്കും, സിഗ്നൽ സഞ്ചരിച്ച് ഇൻസ്റ്റലേഷൻ സർവീസ് പ്രൊവൈഡറിൻ്റെ അടുത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് നേരത്തെ നമ്മുടെ IP ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാത്തിലും ഓരോ IPs ഉണ്ടാകും, ഓരോ ഇൻ്റർനെറ്റ് കണക്ഷനും ഓരോ IPകളും കാര്യങ്ങളും ഉണ്ടാകും. സോ അവിടെ ISP വരെയുള്ള കണക്ഷൻ അങ്ങനെയാണ് വരുന്നത്. നേരെ തന്നെ ISPയിലോട്ടാണ് വരുന്നത്. അവിടെ നിന്ന് അങ്ങനെ US വരെയും സഞ്ചരിക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ISPയിൽ ഒരു DNS സെർവർ ഉണ്ടാവും. ആ DNS സെർവർ എന്തിനാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നിനുമല്ല, നമുക്കിപ്പോൾ എല്ലാ സൈറ്റും, ഇപ്പോൾ വെബ്സൈറ്റ് ആയാലും എല്ലാ യൂട്യൂബ് ആയാലും എന്തായാലും സൈറ്റുകൾ ഓപ്പൺ ആകുന്നത് ആ സൈറ്റിന്, ഓരോ വെബ്സൈറ്റിനും ഓരോ IP അഡ്രസ്സ് ഉണ്ട്. ആ IP അഡ്രസ്സ് വെച്ചിട്ടാണ് ഈ സൈറ്റുകൾ ഓപ്പൺ ആകുന്നത്. ഇപ്പോൾ www.youtube.com അതിന് ഒരു IP ഉണ്ടാവും. അപ്പോൾ ആ IP വെച്ചിട്ടാണ് ആ സൈറ്റിലോട്ടുള്ള സിഗ്നൽസ് പോകുന്നത്, അല്ലെങ്കിൽ ആ സെർവറിലോട്ട് സിഗ്നൽ പോകുന്നത് IP അഡ്രസ്സ് വെച്ചിട്ടാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു IP അഡ്രസ്സ് കണ്ടുപിടിക്കുന്നത്, അപ്പോൾ നമുക്ക് കൂടുതലും ഈ പേരിന് പകരം ഇത്രയും നമ്പേഴ്സ് ഓർത്തിരിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു DNS സെർവർ ഉള്ളത്. അപ്പോൾ ഈ DNS സെർവറിൽ നിന്നും സെർവറിലേക്ക്, അതായത് ഇതിൻ്റെ ഏതിപ്പോൾ യൂട്യൂബിലോട്ടാണെങ്കിലും ഗൂഗിളിലോട്ടാണോ ഏതിലോട്ടാണോ ആ ഒരു സെർവറിലേക്ക് ഇത് സഞ്ചരിക്കാനായിട്ട്, അല്ലെങ്കിൽ അതെങ്ങനെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട്. അപ്പോൾ സഞ്ചരിക്കാൻ നമുക്കിവിടെ കാണാം. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഈ അമേരിക്ക വരെയും ഈ സിഗ്നൽസ് സഞ്ചരിക്കാൻ അപ്പോൾ ഏത് പോസിബിലിറ്റി ഉള്ളത്? ഇപ്പോൾ നോർമലി ആയ ആൾക്കാർ ചിന്തിക്കും ഒരു സാറ്റലൈറ്റ് വഴി ശരിയാണ്, സാറ്റലൈറ്റ് വഴി നമുക്കത് അയക്കാം. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? ആക്ച്വലി ഗ്രൗണ്ട് ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഒരുപാട് ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും നമുക്ക് സാറ്റലൈറ്റ് വഴി ആ സിഗ്നൽസ് വരുമ്പോൾ. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാക്കറ്റ്സ്, അതായത് സിഗ്നൽസ് വരാൻ വളരെ സമയം എടുക്കുകയും നമ്മളുടെ ആപ്ലിക്കേഷൻസും മറ്റും വർക്ക് ചെയ്യാനായിട്ട് വളരെ സമയം എടുക്കുകയും അത് വളരെ സ്ലോനെസ് വരികയും ചെയ്യും. അപ്പോൾ ഉള്ള ഒരു വഴിയാണ് എന്താണ്, ഫൈബർ ഒപ്റ്റിക് കേബിൾ. ഈ കേബിൾ വഴി നമ്മൾക്ക് ഈ ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ അമേരിക്കയിലോട്ട് അല്ലെങ്കിൽ ഏത് വേറെ രാജ്യങ്ങളിലോട്ടൊക്കെ ആണെങ്കിലും ഇത് കണക്ട് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. മലകളുണ്ടാവും, കുന്നുണ്ടാവും, കടലുണ്ടാവും, ഓഷ്യൻ ഉണ്ടാവും. സോ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഈ ഒപ്റ്റിക്കൽ കേബിൾ അടുത്ത രാജ്യത്ത് അല്ലെങ്കിൽ സെർവർ ഇരിക്കുന്ന രാജ്യത്ത് വരെ അല്ലെങ്കിൽ കണക്ട് ചെയ്യണം, ഇൻ്റർകണക്ട് ചെയ്താലേ പറ്റും. ഒപ്റ്റിക്കൽ ഫൈബർ വെച്ചിട്ട് ഈ സെർവർ ഇരിക്കുന്ന ഏത് രാജ്യമാണോ അല്ലെങ്കിൽ എങ്ങോട്ടാണോ അത് കണക്ട് ചെയ്യണം, അങ്ങനെ ബന്ധിപ്പിക്കണം. ലോകം മുഴുവനുള്ള രാജ്യങ്ങളെ നമ്മൾ ഫൈബർ കേബിൾ മുഖേന ബന്ധിച്ചിട്ടുണ്ട്. ഫൈബർ ഒപ്റ്റിക് കേബിൾ മുഖേന അത് കുന്നും മലകളും താണ്ടിയാണെങ്കിലും ഈ ഓഷ്യനൊക്കെ ക്രോസ് ചെയ്താണെങ്കിലും നമ്മളത് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണക്ട് ചെയ്യുന്ന ചില കമ്പനികളുണ്ട്. ആ കമ്പനികളാണ് AT, ഓറഞ്ച്, ഹൊറിസൺ, ഗൂഗിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമ്പനികൾ ഉണ്ട്. അപ്പോൾ അത്തരം കമ്പനികളിൽ നിന്നാണ് നമ്മളുടെ ISPകളൊക്കെ ഡേറ്റാസ്, കേബിളിൻ്റെ സർവീസ് അവർ വാങ്ങുന്നതും അവരുപയോഗിക്കുന്നതും. ഇത്തരം കമ്പനികളാണ് ഈ ഫൈബർ ഒപ്റ്റിക് കേബിൾ വലിക്കുന്നത്. പിന്നെ ഈ ഫൈബർ ഒപ്റ്റിക് കേബിൾ ഇപ്പോൾ കടലിലും മറ്റും വലിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രത്യേകം ഷിപ്പുകളുണ്ട്. ആ ഷിപ്പുകളിൽ തന്നെ അതിനുള്ള പ്രത്യേക എക്യുപ്മെൻ്റ് ഉണ്ട്. കടലിനടിയിൽ സ്വയം തന്നെ അത് കേബിൾ വലിച്ച് ലേ ചെയ്ത് പോകുന്ന കേബിളും മറ്റും ഇടുന്ന എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും കപ്പലിലുണ്ടാകും. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് എന്ന് തോന്നിക്കുമെങ്കിലും വളരെ ഒരു പണിപ്പെട്ട് തന്നെയാണ് ഈ ഒരു കണക്ഷൻ. ഫൈബർ ഒപ്റ്റിക്കും മറ്റും കടൽ വഴിയാണെങ്കിലും നമ്മുടെ ഭൂമി മൊത്തത്തിൽ ഫൈബർ ഒപ്റ്റിക്കൽ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ഫൈബർ ഒപ്റ്റിക്കൽ കണക്ട് ചെയ്യുന്നത്. ഏതൊരു എൻഡിൽ ചെന്നാണെങ്കിലും നമ്മുടെ കണക്ഷൻ ഒരു വയേർഡ് കണക്ഷനാണ്. ഈ ഫൈബർ ഒപ്റ്റിക്കൽ ചെന്നിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ചെയ്തിട്ടാണ് ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക് നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടെക്നിക്ക്. സിമ്പിളായിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഇതിലൊരുപാട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
Thank you so much for watching. Please subscribe and support. Thank you so much. Bye.